പൊന്നാരൻ്റെ മക്കളെ എല്ലാവർക്കും ഈദ് മുബാറക്ക് ഉണ്ട് കേട്ടോ. സാധാരണ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് വരെ പോയി കുടുംബത്തോടൊപ്പം ചോറൊക്കെ തിന്നലാട്ടോ പതിവ്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് നേരെ ഇന്നലെ കോൺക്രീറ്റ് കഴിഞ്ഞ സൈറ്റിക്ക് മണ്ടി പോകുന്നതാട്ടോ. ഇവിടെയൊക്കെ അടിച്ചിട്ടിട്ട് ഇപ്പോൾ ഒരുപാട് ദിവസമായി ആളെ കിട്ടാത്ത പ്രശ്നവും അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ഇത് ഇന്നലെ കോൺക്രീറ്റ് കഴിഞ്ഞ് ഇതൊക്കെ പുതിയ പലകേനി. അപ്പോൾ കോൺക്രീറ്റ് എന്താ ഒട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചുരണ്ടി എടുക്കാൻ ഇന്ന് കഴിയുള്ളൂ. നാളേക്കും മറ്റന്നാൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ആ ചുരണ്ടി ഒഴിവാക്കണമെങ്കിൽ. അതുപോലെ ഈ സൈഡൊക്കെ മണ്ണിലാണ് കിടക്കണേ. അപ്പോൾ അതൊക്കെ വലിയ വിഷയമാണ്. അതുകൊണ്ട് ഒന്നും സമാധാനമല്ല, മണ്ടി പോകുന്നതാണ്. ഇപ്പോൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്താ അതിനറിയാം. ഇപ്പം നമ്മൾ ഒറ്റക്ക് തന്നെ ഉള്ളൂ, മറ്റുള്ളവരെ വിളിച്ചിട്ട് കാര്യമില്ല, കാരണം ആരും പോരൂല, ഒക്കെ പെരുന്നാളാണ്. അപ്പോൾ ഇത് കൊണ്ടെടുക്കണ വ്യക്തികളൊന്നുമില്ലൊക്കെ നമുക്കെന്താണ് ഇതിൻ്റെ ഇടങ്ങ്. ഏകദേശമൊക്കെ നമ്മൾ പൊളിച്ച് കഴിഞ്ഞ് ഏകദേശമല്ല ഫുള്ളായിട്ട് പൊളിച്ച് ഇതൊക്കെ ഒന്ന് ചുരണ്ടിയതാ ക്ലിയർ ആക്കേണ്ടത്. ഇപ്പോൾ ഇങ്ങനെ കുമ്മായം കിടക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ വിഷയം വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എന്താണോ ഇനി ചുരണ്ടണം. ചുരണ്ടിയിട്ട് ഒരുപാട് പലകുണ്ട്, ഒക്കെ ഇപ്പോഴൊക്കെ തീരെയൊന്നറിയില്ല. അതൊക്കെ അവിടെ ചുരണ്ടി ക്ലീൻ ആക്കിയിട്ട് വേണം ഇനി പോകാൻ. നല്ല വൃത്തിയാക്കി അട്ടി വെച്ച് ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടോ. വലിയ പലകയും റണ്ണറൊക്കെ ഈ അട്ടിയും വെച്ച്, ചെറിയ പലകയൊക്കെ ഈ അട്ടിയും വെച്ച്. അപ്പം ഇനിയിപ്പോൾ തിങ്കളാഴ്ച ഇറങ്ങിയാൽ മതി. നാളെ വെള്ളി, മറ്റന്നാൾ ശനിയൊക്കെ ഇനി 2 ദിവസം ലീവ് എടുത്തിട്ട് എന്നാലും ഇതിനെ നമ്മളെന്താണോ ഇന്ന് ഇറങ്ങിക്കൊണ്ട് എന്താ എത്രയോ ലാഭങ്ങളായി. കാരണം ഒരുപാട് പണി ആദായം കുറഞ്ഞു. മറ്റേത് ഈ പണി തന്നെ ചിലപ്പോൾ എന്താ ഒരു ദിവസം ഫുള്ളായിട്ട് എടുക്കണം. ഇന്നിപ്പോൾ 12 മണിയായപ്പോൾ തന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി വീട്ടിലേക്ക് പോവാണ്. എത്ര പണിയില്ല. എന്താ വെച്ചാൽ ഈ ഡ്രസ്സൊക്കെ എന്താണ് ഒഴിവാക്കിയായിട്ട് നല്ല ഡ്രസ്സ് ഇട്ട് പോകാം. പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുന്നപ്പോൾ എല്ലാ ഡ്രസ്സും എന്താണ് വണ്ടിയിലുണ്ട്. അപ്പം ഇനി ഇതെന്താണോ ഇന്നിപ്പോൾ നല്ലൊരു ദിവസം ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഡ്രസ്സ് ഇട്ടാൻ തന്നെ തിരിച്ച് പെരേക്ക് പോകണ്ടല്ലോ. കാരണം ആൾക്കാർക്ക് ഇപ്പോൾ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓലെന്താ പറയുക, ഒരു വാക്കുണ്ടല്ലോ അതേ പറയുള്ളൂ. അപ്പം ഇനി ഇത് ചേഞ്ചാക്കാം നമുക്ക്. പെരേന്ന് പള്ളിക്ക് എങ്ങനെ പോകുന്നോ അതേമാതിരി ഡ്രസ്സൊക്കെ ചേഞ്ചാക്കി തിരിച്ച് പോകാൻ. പക്ഷേ ആകെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ പെരേന്ന് പോന്നപ്പോൾ വിശക്കണില്ല. ഇപ്പം ആകെ കഴിഞ്ഞിന്. നേരെ പെരേത്ത് എന്താ പെരേതിലൊക്കെ റെഡിയാക്കി നമ്മളെ കാത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാണാം. നമ്മൾ പുരയൊക്കെ എത്തിയിട്ടോ. ആരും ഒച്ചപ്പാടൊന്നും കേൾക്കാറില്ല. ഒക്കെ കടന്നുറങ്ങിയോ, ചോറ് നിന്നാണ്ട് കടന്നുറങ്ങിയോന്നും അറിയില്ല. ഒരു ഒച്ചപ്പാട് കേൾക്കാറില്ല. എന്താപ്പ ഇത് നോക്കണ്ട, ഞാൻ ചെറിയൊരു സോയില് പെട്ട് ഇങ്ങനെ പോയി അടിച്ചോളെ. എന്തൊക്കെ ഉള്ളത് ഇതാരും നമ്മള് ചുണ്ണാപ്പിയൊക്കെ ഉണ്ടല്ലോ. ചോറ് തിന്നാലേ അനിപ്പിച്ചിനെ കൂട്ടാതെ ചോറ് തിന്നാലേ. ആയിക്കോട്ടെ ചോറ് തിന്നോളെ. നമ്മൾ കേൾക്കുക എന്തൊക്കെ ഉള്ളത്. ചിക്കൻ കറി ഉണ്ട്, നെയ്ച്ചോറ്, ചിക്കൻ പൊരിച്ചത്. ആയിക്കോട്ടെ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി നമ്മളെ ഭാര്യക്ക് നമ്മളെ പൊണ്ടാട്ടിക്ക് ഹയറും വർക്കത്തൊക്കെ അള്ളാഹു കൊടുക്കട്ടെ കേട്ടോ. നമുക്ക് വരുമ്പോൾ ഇതൊക്കെ തിന്നാൻ റെഡി ആക്കി വെക്കണ്ടല്ലോ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും വീണ്ടും ഈദ് മുബാറക്ക്.